KSRTC ജീവനക്കാർക്ക് ആദ്യമായിട്ട് കറക്റ്റ് ടൈമിന് സാലറി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മാസമാണ്. ഒരുപാട് വട്ടം അവർക്ക് സമരം ചെയ്യേണ്ടി വരുന്നുണ്ട്. അവരുടെ ജീവിത ചെലവ് പോലും വളരെ ബുദ്ധിമുട്ടിലായപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങൾക്ക് പോലും കാശില്ലാത്ത രീതിയിൽ നമ്മൾ ന്യൂസുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് സാലറി അപ്ഡേറ്റ് ആയി. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ എങ്ങനെയുണ്ടായി? അവർ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവരെ അപമാനിക്കുന്ന രീതിയിൽ പോലും സംസാരിക്കാനായിട്ട് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി മുതിർന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ജനങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് KSRTC എന്ന് പറയുന്നത്. ഇത് സക്സസ് ആക്കാനും കറക്റ്റ് ടൈമിന് സാലറി കൊടുക്കാനും കഴിയാത്തത് ഇദ്ദേഹത്തിന്റെ മാനേജ്മെന്റിലും കോർഡിനേഷനിലുള്ള കഴിവില്ലായ്മയാണ്. എങ്ങനെയാണത് പറയാൻ കഴിയുക? കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത വാഹനങ്ങൾ, ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിരത്തിൽ വാഹനം ഓടുമ്പോൾ അതിന് മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതേപോലെ തന്നെ ഇന്ധനം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇന്ധനം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് ജനങ്ങൾക്ക് നഷ്ടമാവാണ്, KSRTCക്ക് നഷ്ടമാവാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ്സോ കാര്യങ്ങളോ മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് ഈ പറയുന്ന വാഹനങ്ങൾ ഓടുന്നത്. ഇൻഷുറൻസ് പോലും ഇല്ലാത്തൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ 2020 ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ പുതുക്കിയിട്ടില്ല. ഏത് വർഷമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നതെന്നും കൂടി ഒന്ന് ആലോചിച്ചേക്ക്. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 2018 ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ് 2018 ടാക്സിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല. ഇൻഷുറൻസിൻ്റെ കാലാവധി 2020 കഴിഞ്ഞതിന് ശേഷം പുതുക്കിയിട്ടില്ല. മാനേജ്മെൻറ്റ് രീതികളും അതേപോലെ തന്നെ അതിൻ്റെ കോർഡിനേഷൻ രീതികളും മെയിൻ്റെനൻസിൻ്റെ രീതികളും പ്രോപ്പർ അല്ലാതാവുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ സക്സസ് ആക്കാൻ കഴിയും? ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ അനുസരിക്കാതെ ഈ KSRTC എന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ സക്സസ് ആക്കാൻ കഴിയും? ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹത്തിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ KSRTC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ ആണ് നഷ്ടം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ടാക്സ് കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് ഈ KSRTC ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിന് സക്സസ് ആക്കാനുള്ള കഴിവില്ലായ്മ, ഗണേഷ് കുമാറിന്റെ കഴിവില്ലായ്മ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ്. പ്രോപ്പറായ ഒരു മാനേജ്മെന്റ് സ്ട്രക്ചറിലൂടെയോ അല്ലെങ്കിൽ ഒരു കോർഡിനേഷനിലൂടെയോ അല്ല KSRTC ഡിപ്പാർട്ട്മെന്റ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നഷ്ടം ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. നമ്മൾ നിയമിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ പ്രോപ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തുള്ള KSRTCകൾ ജനങ്ങളുടെ ബാധ്യതയായിട്ട് മാറുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.